ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവൽ വെച്ചൊരു സ്നാക്കാണ്, ഒന്നല്ല 2 സ്നാക്കാണ് തയ്യാറാക്കിയത്. പക്ഷേ അത് രണ്ടും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഷെയർ ചെയ്യാം എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് അവൽ നല്ലപോലെ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തതാണ് ഇത്. അപ്പം ഇത് 1.5 കപ്പാണ്. ഇതിൻ്റെ കൂടെ സവാള, ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പൊടി ആവശ്യമുള്ളത് നമുക്ക് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടി അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ അവൽ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതോടെ ചേർക്കാമേ. ഞാൻ കൈവച്ച് ജസ്റ്റ് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കാം. എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഞാൻ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്കിനുള്ള ബാറ്റർ റെഡിയാണ്. അധികം വെള്ളം ചേർക്കാതെ വേണം കുഴയ്ക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാം. നമ്മൾ പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ, എണ്ണയാണ് നല്ലത്, തവിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ജസ്റ്റ് മോളാക്കുമോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞാനൊരു ഉഴുന്നുവടയുടെ ഷേപ്പാണ് എടുത്തത്. അപ്പം വെള്ളത്തിൽ മുക്കി ഞാനങ്ങനെ ഒരു ഷേപ്പ് എടുത്തിട്ട് അത് നമ്മൾ വറുത്ത് കോരിയെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ഒരു ബ്രൗൺ നിറമാവുന്നിടം വരെ വറുത്ത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാം. അവലൊക്കെ ഉണ്ടെങ്കിൽ എന്നും അവൽ നനച്ചതല്ലാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ഐറ്റം ഈ സെയിം ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനതിൽ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഒരു കട്ട്ലറ്റ് രീതിയിലാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, ശകലം നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യോ ബട്ടറോ ഉപയോഗിക്കാമേ. എന്നിട്ട് ഞാൻ കുറച്ച് വെർമിസെല്ലി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ നിറമാവുന്ന പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയേ. ഇനി ഞാൻ നമ്മുടെ ആ ബാറ്റർ ഉണ്ടല്ലോ അതെടുത്ത് കട്ട്ലറ്റിൻ്റെ രീതിയിലൊന്ന് ഒരു ഷേപ്പാക്കിയിട്ട് ഇതിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് എടുക്കുക. അപ്പോൾ തീ ആണെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച്, അതായത് മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ആ വെർമിസെല്ലി ഞങ്ങൾക്ക് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. ഇത് കരിയത്തുമില്ല. ഈ വെർമിസെല്ലി നമ്മൾ കഴിക്കുമ്പോൾ വെർമിസെല്ലിൻ്റെ ഒരു ക്രഞ്ചിനെസ് വരും. അപ്പോൾ ക്രഞ്ചി ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരേ ബാറ്റർ വെച്ച് ഞാൻ 2 ഐറ്റം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് രണ്ടും ഒരു സമയം തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒരു വെർമിസെല്ലി ഒന്ന് സോട്ട് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ വെർമിസെല്ലി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നതിന് വരെ ബൈ ഫ്രം മഞ്ജൂസ് ഡയറി ബുക്ക്. ടേക്ക് കെയർ.